പാത്തുപ്പ അവിടെയാണല്ലോ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇന്ന് ട്രെയിനിനാണ് നമ്മൾ പോണേ. ജെന്നയുടെ ഫസ്റ്റ് ട്രെയിനാണിത്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന്. എടുത്തോ. നമ്മൾ രാവിലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി ട്രെയിനിൽ വെച്ച് കഴിക്കാൻ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിരുന്നു. ഒരു 4 മണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. എന്നാലും ട്രെയിനിൽ വെച്ച് ഈ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന ഒരു വൈബല്ലേ. നമുക്കൊരു 2 പെട്ടി 2 ഹാൻഡ് ബാഗ് ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓട്ടോയിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അപ്പൊ ദാണ് കഥ. റോണോക്ക് ചുമയാണ്. റോണോനെ നോക്കാനാണ് ഞങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ കോഴിക്കോട്ടേക്ക് പോണേ. നമ്മൾ കുറച്ചധികം നേരത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ 2 മണിക്കാണ്. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി. പക്ഷെ നേരത്തെ പറഞ്ഞ ആ വൈബിന് വേണ്ടിയിട്ട് നമ്മൾ ആലുവയിൽ നിന്ന് നല്ല അടിപൊളി മാഞ്ഞാലി ബിരിയാണി ഒക്കെ മേടിച്ചിട്ടാണ് ട്രെയിനിൽ കയറിയത്. ലൈഫിൽ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന ഈ കുട്ടി കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ നിൽക്കാതെ കയറിയപ്പോ തന്നെ അങ്ങ് കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ വല്ലാതെ ബോറടിച്ചെങ്കിലും കൊണ്ടുവന്ന സ്നാക്സ് ഓരോന്നായിട്ട് ഞാൻ അങ്ങനെ കഴിച്ചങ്ങനെ ഇരുന്നു. നെഹി എന്ന് പറഞ്ഞാൽ നെഹി ഞങ്ങളെയൊക്കെ 1-2 തവണ കൂടുതൽ ട്രെയിനിൽ ട്രാവൽ ചെയ്തോണ്ട് ആ ഒരു ജാട ഉമ്മിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു. നല്ല ചായ കിട്ടാത്തോണ്ടോ വട കിട്ടാത്തോണ്ടോ വാവ ആകെ ഇടങ്ങേറെ പിടിച്ചിരിക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഏലക്കാ ടീ, മസാല ടീ ഒന്നും അല്ലാത്ത നല്ല അടിപൊളി ചായ കിട്ടി, വട കിട്ടി, എല്ലാം കിട്ടി. ഹാപ്പിയായി. അങ്ങനെ ജന്നക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ കോഴിക്കോട് ലാൻഡ് ചെയ്തു. വിചാരിച്ച പോലെ അല്ലായിരുന്നു. 4 മണിക്കൂർ ട്രെയിൻ ട്രാവലിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു 1.5 മണിക്കൂർ കോഴിക്കോട് നിന്ന് പേരാമ്പ്രയിലേക്കുള്ള യാത്ര. റോണോക്ക് ഞങ്ങൾ വരുന്നത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. ഇതാണോ നിന്റെ പുതിയ വീട്? റോണു, നീ ഹാപ്പി ആയോ? നീ പറയും, ഞങ്ങളെ കണ്ടപ്പോ എന്താ തോന്നിയത്? ജന്നാബി, ഇവിടെ ഇഷ്ടപ്പെട്ടോ? രാത്രി നമ്മൾ പുറത്തുനിന്ന് ഷവായ മേടിച്ച് എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മുടെ അടുത്തൊക്കെ പറമ്പൊന്നുമില്ല, അത് അടുപ്പിച്ചടുപ്പിച്ച് വീടല്ലേ. ഇതിപ്പോ കൊറേ പറമ്പും കിണറും മരങ്ങളും നല്ല രസമുണ്ട്. എനിക്ക് ഇവിടുത്തെ വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പണ്ട് തറവാട്ടിലൊക്കെ പോണ ഒരു ഫീൽ ഉണ്ടായിരുന്നു. യാത്ര ചെയ്ത ക്ഷീണമൊക്കെ ഉണ്ടായിട്ടും കുറേ നേരം ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞിട്ടാ ഞങ്ങൾ എല്ലാവരും കിടക്കാൻ പോയത്. അപ്പൊ പിന്നെ എങ്ങനെയാ? പ്ലീസ് സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ്.